അസ്സലാമു അലൈക്കും. ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടാൻ, എല്ലാ വിഷമങ്ങളും മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു ഖുർആനിക മാർഗമാണ് സൂറത്തുൽ യാസീൻ ഓതുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, എല്ലാ വസ്തുവിനും ഒരു ഹൃദയമുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം യാസീനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നു, സൂറത്തുൽ യാസീൻ പതിവാക്കുന്നവൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറെ കിട്ടും. ദിവസവും ഒരു യാസീൻ പോലും ഓതാത്ത ഒരു വീട് പോലും ഉണ്ടാകില്ല. യാസീൻ സൂറത്ത് പല പ്രത്യേക രീതിയിൽ ഓതി നമ്മുടെ ഉള്ളിലുള്ള ആവശ്യം എന്താണോ, നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഹലാലായ കാര്യമായിരിക്കണം. എങ്കിലേ അത് നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. യാസീൻ ഓതി നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാനുള്ള 2 രീതിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇത് വലിയ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് ഫലം കണ്ടെത്തിയ രീതിയാണ്. ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ഓതി ഫലം കിട്ടിയിട്ടുണ്ട്. ചില ആളുകൾക്ക് സുബഹിക്ക് ശേഷം ഓതാനായിരിക്കും ഇഷ്ടവും സമയം കിട്ടുന്നതും. ഇനി മറ്റു ചിലർക്കാണെങ്കിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും ഓതാൻ സമയമുണ്ടാവുക. സുബഹിക്ക് ശേഷം ഓതാൻ ഇഷ്ടമുള്ളവർ ഒന്നാമത്തെ രീതിയിൽ ഓതിയാൽ മതി. ഇനി മഗ്‌രിബിന് ശേഷം ഓതാൻ ഇഷ്ടമുള്ളവർ രണ്ടാമത്തെ രീതിയിൽ ഓതിയാൽ മതി. ഇനി ഒന്നാമത്തെ രീതിയെ നോക്കാം. നമ്മൾ സുബഹിക്ക് ശേഷം 4 യാസീൻ ഓതണം. അതിൻ്റെ ഓരോ യാസീൻ ഓതുമ്പോഴും യാസീൻ സൂറത്തിൻ്റെ 58-ാം ആയത്തായ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, ഈ ആയത്ത് മാത്രം 100 വട്ടം ഓതുക. അതിനുശേഷം ബാക്കിയുള്ള ആയത്തുകൾ ഓതി യാസീൻ പൂർത്തീകരിക്കുക. നമ്മുടെ ആഗ്രഹം എന്തുമായിക്കോട്ടെ, 14 ദിവസം ഇതുപോലെ 4 യാസീൻ തുടർച്ചയായി ഓതിയാൽ അല്ലാഹു നമ്മുടെ ആഗ്രഹം നടത്തിത്തരും. ഇൻഷാ അല്ലാ. യാസീനിലെ ഈ 58-ാം ആയത്ത് ഭയങ്കര ശക്തിയുള്ളതാണ്. ഈ ആയത്ത് മാത്രം ദിവസവും 100 വട്ടം അല്ലെങ്കിൽ ഒരു കാര്യം നിയത്താക്കി 1000 വട്ടം ചൊല്ലിയാൽ തന്നെ ഉടനടി നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ മാർഗം നോക്കാം. മഗ്‌രിബ് നിസ്കാര ശേഷം 4 വട്ടം സൂറത്തുൽ യാസീൻ ഓതണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, 4 യാസീൻ ഒന്നിച്ചോതണം. കുറേ കഴിഞ്ഞിട്ട് മറ്റേ യാസീൻ ഓതരുത്. നമ്മൾ യാസീൻ ഓതുന്ന സ്ഥലം നല്ല വൃത്തിയുള്ളതായിരിക്കണം. യാസീൻ ഓതുന്നതിനിടയിലുള്ള സംസാരം ഒഴിവാക്കുക. ഈ രീതിയിൽ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നതാണ്. നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു സൂറത്താണ് യാസീൻ. 4 തവണ ഓതാൻ പറ്റിയില്ലെങ്കിൽ 1 തവണയെങ്കിലും ഓതാൻ മറക്കരുത്. ഇൻഷാ അല്ലാ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.